കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു കാട ഫ്രൈ തയ്യാറാക്കിയാലോ. തട്ടുകടയുടെ ഒക്കെ കിട്ടുന്ന അതേ രുചിക്കൂട്ടിൽ വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കാട ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ചിക്കനും മീനും എല്ലാം നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരടിപൊളി കാട ഫ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് 4 കാട വാങ്ങിയിട്ടുണ്ട്. ചെറുതാണ് കിട്ടിയത്. അത് ക്ലീൻ ചെയ്യാനൊന്നും നമുക്കത്ര പാടില്ലല്ലോ. തോലൊക്കെ കളഞ്ഞ് അവർ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കാട ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ചെറിയ ഒരു 12 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി തന്നെ ചേർക്കണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അളവിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് ഫ്രഷായിട്ട് കുരുമുളക് ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ അല്ലെങ്കിൽ ഒരു അര സ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകവും കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. ഒരല്പം സാധാരണ മുളക് പൊടിയും ചേർക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കടയിൽ അത്ര ഫ്ലഷൊന്നും അധികം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ഉപ്പ് കൂടണ്ട. ഇത്തിരി ചേർത്താലും അതിലേക്കൊക്കെ പിടിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മസാല, മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചിക്കൻ മസാല ആയതുകൊണ്ട് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഒരു സ്പൂൺ നാരങ്ങയുടെ ജ്യൂസാണ്, അതായത് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം, കൂടുതൽ വെള്ളം ചേർക്കണ്ട കേട്ടോ. ആ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള കാടക്കോഴി ഒന്ന് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ ചെറിയതാണ്, ഫ്ലഷൊക്കെ കുറവാണ്, എങ്കിലും ഞാൻ അവിടെ ഇവിടെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോട്ടിങ് മുഴുവൻ എണ്ണയിലേക്ക് പോവും. ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിച്ചാലല്ലേ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാം ഒരേപോലെ ഒന്ന് അത്യാവശ്യം കാണുന്ന പോലെയൊക്കെ ഒന്ന് വരഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ഫ്രൈ ആക്കുമ്പോഴും നമ്മൾ ഇതേപോലെ വരയില്ലേ, അതേപോലെ തന്നെ. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഓരോ കോഴിയിലേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നാലേ ഫ്രൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. ഓരോന്നിലേക്കും വളരെ സാവധാനം നമുക്ക് ഉള്ളിലേക്കൊക്കെ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. കൂട്ടുകാരെ, ഈ സമയം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കാടയിലെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് എല്ലാം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അല്ലാതെ വെറുതെ നമ്മളങ്ങ് പുറത്തൂടെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. എണ്ണയിലിടുമ്പോഴേക്കും അത് മൊത്തം പോയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് ഒരു കോട്ടിങ് കൂടി ഉണ്ട് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരല്പം കോൺഫ്ലവറോ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കാട ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇനി വെക്കേണ്ട കാര്യമില്ല. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിൽ 4 കാടക്കോഴിയൊക്കെ വറക്കാനായിട്ട് കുറേ എണ്ണ ഒഴിച്ചങ്ങ് വറുത്ത് കോരിയെടുത്താൽ പിന്നെ ആ എണ്ണ വേസ്റ്റായി പോവില്ലേ, പിന്നീട് ഒന്നിനും എടുക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ക്ഷമയോടെ മീഡിയം ഫ്ലെയിമിലിട്ട് 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഫ്രൈ ആവേണ്ടവർക്ക് കുറച്ച് സമയം കൂടിയൊക്കെ ഒന്ന് വയ്ക്കാം. ഈ കളറാവുമ്പോൾ തന്നെ കാട നല്ല ഫ്രൈയും ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും, നന്നായി വെന്തിട്ടുണ്ടാവും. കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയൂ.